ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 3ലെ ചാപ്റ്റർ 3 മൗഗ്ലി. എ സർപ്രൈസ്, ഇറ്റ്സ് എ മാൻ കപ്പ് സെഡ് എ കപ്പ്. ഇതൊരു മനുഷ്യക്കുട്ടിയാണ്. സെഡ് എ കപ്പ്, ഒരു ചെന്നായി കുഞ്ഞു പറഞ്ഞു. ഇറ്റ് ഹാസ് നോ ടെയിൽ സെഡ് ദ സെക്കൻഡ് കപ്പ്. രണ്ടാമത്തെ ചെന്നായി കുഞ്ഞു പറഞ്ഞു, ഇറ്റ് ഹാസ് നോ ടെയിൽ, ഇതിന് വാലില്ല. There is no hair on its body said the third. മൂന്നാമത്തവൻ പറഞ്ഞു, ഇതിന് രോമങ്ങളൊന്നും തന്നെയില്ല, ഇതിൻ്റെ ശരീരത്തിൽ രോമങ്ങളില്ല. Hey, shall we take it home? The cubs asked their mother. ചെന്നായ കുഞ്ഞുങ്ങൾ അവരുടെ അമ്മയോട് ചോദിച്ചു, അമ്മയെ നമുക്കിതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? Why not? Take him with you. എന്തുകൊണ്ടില്ല, നിങ്ങളതിനെ കൂടെ കൊണ്ടുപോന്നോളൂ. said the mother ഓഫ്. അമ്മ ചെന്നായ പറഞ്ഞു, എന്തുകൊണ്ടില്ല, നിങ്ങളതിനെ വീട്ടിൽ കൊണ്ടുപോകുന്നുള്ളൂ എന്ന്. ദ ബേബി ഗ്രൂ അപ്പ് വിത്ത് ദ കപ്സ്. ആ കുട്ടി ആ ചെന്നായ കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ വളർന്നു. ദേ കോൾഡ് ഹിം മൗഗ്ലി. അവർ അവനെ മൗഗ്ലി എന്ന് വിളിച്ചു. നൗ ഹീസ് എ യങ് ബോയ്. അവനിപ്പോൾ ഒരു കൗമാരക്കാരനായ ഒരു യുവാവായി മാറി. ദ വോൾഫ്സ് ലവ് ഹിം വെരി മച്ച്. ചെന്നായ കുഞ്ഞുങ്ങളും ചെന്നായകളൊക്കെ അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഹി ലവ്സ് ദം ടു. അവനും വളരെയധികം ഇഷ്ടമായിരുന്നു. ദ ജംഗിൾ സൈഡ്സ്. കാട്ടിലെ കാഴ്ചകൾ. വൺ ഡേ ദ വോൾവ്സ് ആൻഡ് മൗഗ്ലി വെന്റ് ഇൻ ടു ദ ഡീപ്പ് ഫോറസ്റ്റ്. വളരെ വലിയൊരു കാട്ടിലേക്ക് ഒരു ദിവസം മൗഗ്ലിയും ആ വോൾവ്സും കൂടിയിട്ട് ചെന്നായ കുഞ്ഞുങ്ങളും കൂടിയിട്ട് പോയി. They saw streams and waterfall. അവരവിടെ അരുവികളും വെള്ളച്ചാട്ടങ്ങളും കണ്ടു. Tall trees touched the sky. വലിയ ഉയരമുള്ള ട്രീസൊക്കെ ആകാശത്തെ തൊട്ടിങ്ങനെ നിൽക്കുകയാണ്. Creepers wound around the trees. ഈ വള്ളികളൊക്കെ കൂടിയിട്ട് പടർന്നിട്ട് മരത്തിനെ ചുറ്റി വരഞ്ഞിട്ടുണ്ട്. What a beautiful place, said Mowgli. എന്തു ഭംഗിയുള്ള സ്ഥലം, മൗഗ്ലി പറഞ്ഞു. They stopped under a tree. അവരൊരു മരത്തിൻ്റെ ചുവട്ടിലെത്തി നോക്കുമ്പോൾ നിന്നു. There were fruits on the tree. അതിൽ കുറേ മരത്തിന് മുകളിൽ ഒരുപാട് പഴങ്ങളുണ്ടായിരുന്നു. Sweet ripe apples. നല്ല മധുരമുള്ള പഴുത്തു പാകമായ ആപ്പിളുകൾ. മൗഗ്ലി, പ്ലീസ് ഗെറ്റ് ആപ്പിൾ ഫോർ us. മൗഗ്ലി, ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ആ ആപ്പിൾ കൊണ്ടുവന്ന് തരുമോ? The cub said. ആ ചെന്നായ കുഞ്ഞുങ്ങൾ പറഞ്ഞു. A treat, ഒരു ഭീഷണി. മൗഗ്ലി ക്ലൈംബ്ഡ് അപ്പ് ദ ട്രീ. മൗഗ്ലി മരത്തിന് മുകളിലേക്ക് അങ്ങ് കയറി. ഓ, സച്ച് എ ലോട്ട് ഓഫ് സ്വീറ്റ് ആപ്പിൾസ്. ഓ, എത്രമാത്രം മധുരമുള്ള ആപ്പിൾസ് ആണ്. ഹി പ്ലാക്ക്ഡ് വൺ. അവനൊന്ന് പൊട്ടിച്ചു, ഒന്ന് പറിച്ചു. ക്യാച്ച് ഇറ്റ്. ഹി ത്രൂ ഇറ്റ് ഡൗൺ. ക്യാച്ച് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവനൊന്ന് താഴത്തേക്ക് അങ്ങ് എറിഞ്ഞു കൊടുത്തു. ഹി പ്ലാക്ക്ഡ് അനദർ. അവൻ മറ്റൊന്ന് പൊട്ടിച്ചു. ദറ്റ് ഈസ് ഫോർ യു. ഇത് നിനക്കുള്ളതാണ്. 1 2 3. മൗഗ്ലി വെന്റ് ഓൺ പ്ലക്കിംഗ് ആപ്പിൾസ്. അങ്ങനെ 1 2 3 1 2 3 എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ആപ്പിൾസുകൾ പറിച്ചിട്ട് ഇങ്ങനെ താഴേക്ക് ഇട്ട് കൊടുക്കുകയാണ് മൗഗ്ലി. മൗഗ്ലി, കം ഡൗൺ, ദാറ്റ്സ് ഇനഫ്, ദ കബ്സ് ഷൗട്ടഡ്. മൗഗ്ലി, താഴേക്കിട്ട് പോരെ, ഇതൊക്കെ മതി. ദ കബ്സ് ഷൗട്ടഡ്. ദ കബ്സ് ഉറക്കെ പറഞ്ഞു. ഹാവ് ആസ് മച്ച് യു ക്യാൻ. നിങ്ങൾക്ക് കഴിയാവുന്നത്ര അങ്ങ് തിന്നോളൂ. ആസ് യു ക്യാൻ. ദേ ആർ വെരി സ്വീറ്റ്. വളരെ മധുരമുള്ളതാണ്. മൗഗ്ലി ക്യാൻ ഡൗൺ ആൻഡ് എയ്റ്റ് ദ ആപ്പിൾ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. മൗഗ്ലി താഴേക്ക് വന്നിട്ട് അവരുടെ ഫ്രണ്ട്സിനോട് കൂടിയിട്ട് ആ ആപ്പിൾസൊക്കെ തിന്നു. സഡൻലി ദേ ഹേർഡ് എ ഹിസിങ് സൗണ്ട്. പെട്ടെന്ന് അവർ എന്നുള്ള ഒരു പാമ്പ് ഇങ്ങനെ ചീറ്റുന്നൊരു സൗണ്ട് കേട്ടു. കാ ദ സ്നേക്ക്. കാ എന്ന പേരുള്ള ഒരു സ്നേക്ക്. റൺ, ഇറ്റ്സ് കാ ദ ഡേഞ്ചറസ് സ്നേക്ക്. ഓട്, ഇതാ കാ, അപകടകാരിയായ ആ സ്നേക്കാണ്. ദ കബ്സ് ക്രൈഡ് ആസ് ദേ റാൻ. കബ്സ് ചെന്നായ കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ട് ഓടി. സ്റ്റോപ്പ് ദ, ദിസ് ഇസ് മൈ ട്രീ. നിക്കവിടെ, ഇത് എൻ്റെ ട്രീ ആണ്. ഹൗ ഡെയർ യു പ്ലക്ക് ആപ്പിൾസ് ഫ്രം മൈ ട്രീ. നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എൻ്റെ മരത്തിന് മുകളിൽ നിന്ന് ആപ്പിളുകൾ പറിക്കാൻ? കാ ബ്ലോക്ക് ദെയർ വേ. കാ അവരുടെ വഴി ബ്ലോക്ക് ചെയ്തു. ഇറ്റ്സ് റഷ് ടുവേഴ്സ് ദെം ആൻഡ് ഹീസ്ഡ്. അവർക്ക് നേരെ കുതിച്ചിങ്ങനെ ചെന്ന് അഴിഞ്ഞുകൊണ്ട് ഹീസ്ഡ് ഊതുകയാണ്, ചീറ്റുകയാണ്. ദ ഫൈറ്റ്. മൗഗ്ലി കോഡ് കാ ബൈ ദ നെക്ക്. മൗഗ്ലി കായുടെ കഴുത്തിലങ്ങു ഞെരുക്കി പിടിക്കുകയാണ്. കാ ട്രൈ ടു ഫ്രീ ഹിംസെൽഫ്. സ്വന്തമായിട്ട് സ്വതന്ത്രനാവാനേ കാ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നോ, ഐ വോണ്ട് ലെറ്റ് യു ഗോ.
നോ, ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല. മൗഗ്ലി ഹെൽഡ് കാ ടൈറ്റ്ലി. മൗഗ്ലി കട കഴുത്ത് ഒന്നുകൂടി മുറുക്കെ പിടിച്ചു. കാ ഹിസ്ഡ് ഫിയേഴ്സ്ലി. കാ വളരെ ശക്തിയോട് കൂടിയിട്ട് ഊതുകയാണ്, അങ്ങനെ ചീറ്റുകയാണ്. ദ ബേർഡ്സ് ഓൺ ദ ട്രീ ഫ്ലൂ എവേ ക്രൈങ് ലൗഡ്ലി. മരത്തിന് മുകളിലുണ്ടായിരുന്ന പക്ഷികളെല്ലാം കരഞ്ഞുകൊണ്ട് പറന്നുപോയി. ദ കാബ്സ് ഹിഡ് ബിഹൈൻഡ് എ ട്രീ ആൻഡ് വാച്ച്ഡ് ദ ഫൈറ്റ്. ചെന്നായ കുഞ്ഞുങ്ങൾ മരത്തിൻ്റെ പുറകിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇവരെ തമ്മിലുള്ള ഫൈറ്റ്, യുദ്ധം തമ്മിലുള്ള തല്ല് നോക്കി നിൽക്കുകയാണ്. വിൽ മൗഗ്ലി വിൻ? മൗഗ്ലി വിജയിക്കുമോ? വിൽ കാ ബൈറ്റ് മൗഗ്ലി? കാ മൗഗ്ലിയെ കൊത്തുമോ? ദേ വർ ടെറിഫൈഡ്. അവർ വളരെയധികം ഭയത്തിലായിരുന്നു. നോ വൺ കെയിം ഫോർവേഡ് ടു ഹെൽപ്പ് മൗഗ്ലി. ആരും തന്നെ മൗഗ്ലിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിലേക്ക് വന്നില്ല. കാ ഓപ്പൺ ഹിസ് മൗത്ത് ടു സ്വാലോ മൗഗ്ലി. കാ വായങ്ങനെ തുറന്നുകൊണ്ട് മൗഗ്ലിയെ വിഴുങ്ങാൻ നോക്കുകയാണ്. മൗഗ്ലി പ്രസ്ഡ് കാസ് നെക്ക് വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. മൗഗ്ലി അവൻ്റെ മുഴുവൻ ശക്തി എടുത്തുകൊണ്ട് കായുടെ കഴുത്ത് അങ്ങ് ഞെരുക്കി പിടിക്കുകയാണ്, പ്രസ് ചെയ്യാണ്. കാ ചോക്ഡ് ആൻഡ് ക്രൈഡ് ഇൻ പെയിൻ. കാക്ക് ശ്വാസം കിട്ടുന്നില്ല. ആൻഡ് ക്രൈഡ് ഇൻ പെയിൻ. വേദന കൊണ്ട് കരഞ്ഞു. മൗഗ്ലി ലെറ്റ് ഹിം ഗോ ആൻഡ് ഹി ക്രോൾഡ് അവേ. മൗഗ്ലി അവനെ പോവാൻ അനുവദിച്ചു. അങ്ങനെ അവൻ ഇഴഞ്ഞ് പോയി. ഹുറാ ദ കാബ്സ് ഷൗട്ടഡ്. ഹുറാ എന്ന് പറഞ്ഞുകൊണ്ട് ആ കാബ്സ് ചെന്നായ കുഞ്ഞുങ്ങൾ സൗണ്ട് ഉണ്ടാക്കിയാണ്. എലിഫന്റ് ട്രംപറ്റഡ്. അവർ എലിഫന്റ് ചിഹ്നം വിളിച്ചു. ദ ബേർഡ്സ് ചൂപ്ഡ് ആൻഡ് ഫ്ലൂ ബാക്ക് ടു ദ ട്രീ. കിളികളൊക്കെ ചിലച്ചുകൊണ്ട് തിരിച്ച് അവരുടെ മരത്തിലേക്ക് തന്നെ പറന്നു വന്നു. ദ കാബ്സ് ഹോൾഡ് വിത്ത് ജോയ് ആൻഡ് ഹഗ്ഡ് മൗഗ്ലി. ചെന്നായ കുഞ്ഞുങ്ങൾ സന്തോഷത്താൽ ഓരിയിട്ടു. ആൻഡ് ഹഗ്ഡ് മൗഗ്ലി. മൗഗ്ലിയെ കെട്ടിപ്പിടിച്ചു. ദേ വർ വെരി ഹാപ്പി. അവർ വളരെയധികം സന്തോഷവാന്മാരായിരുന്നു. ദ റാൻ ടുവേർഡ്സ് ദെയർ മദർ. അവർ അമ്മയുടെ അടുത്തേക്ക് ഓടി. മദർ വാസ് വെയിറ്റിംഗ് ഫോർ ദം. അമ്മ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ അവരവിടെ കാത്തു നിൽക്കുകയായിരുന്നു. വൈ ആർ യു ലേറ്റ്? ഷീ ആസ്ക്ഡ്. എന്താ നിങ്ങൾ വൈകിയത്? അവൾ ചോദിച്ചു. ഇതുകൂടി സ്റ്റോറി അവസാനിച്ചു. ദെൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. ഓക്കെ, ബൈ.